നാവിഗേറ്റർ ബ്രോ, നാവിഗേറ്റർ ബ്രോ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് അവർ ചോദിച്ചത്, നാവിഗേറ്റർ ബ്രോ എന്ന് പറഞ്ഞു. പക്ഷെ പുറകെ ഇരുന്നവനത് നാവിഗേറ്റർ ബാബു എന്നാക്കി മാറ്റി. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid. രാവിലെ നാഗ്പൂരിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനായ സാഗറിനെ ലക്ഷ്യമാക്കിയാണ് യാത്ര തുടങ്ങിയത്. രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു യാത്രയൊക്കെ. രാവിലെ തന്നെ മഴ തുടങ്ങിയിരുന്നു. എന്നാലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴയില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സാഗറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് പെഞ്ച് നാഷണൽ പാർക്കാണ്. ഇതാണ് ടൈഗർ റിസർവ്ഡ് ഏരിയ ആണ്. മധ്യപ്രദേശിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അത് മഹാരാഷ്ട്രയുടെ ബോർഡറായിട്ട് ഈ സ്ഥലം വരും. അപ്പോൾ ഇവിടെ ധാരാളം കടുവകൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഈ പച്ച നെറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ലാസ്റ്റ് ബോർഡർ വരെ പോകുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടായിട്ടുള്ളത് കാണാം. അതിൻ്റെ നടുക്ക് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം ആക്ടിവിറ്റീസ്, അട്രാക്ഷൻസ് ഒക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. അതെല്ലാം ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ടൈഗർ റിസർവ് ഏരിയയിലൂടെ മെല്ലെ മുന്നോട്ട് സാഗറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അപകടം പിടിച്ച റൂട്ട് തന്നെയായിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം ട്രക്കുകൾ, ധാരാളം വളവുകളുള്ളതുകൊണ്ട് ട്രക്കുകളൊക്കെ പയ്യാണ് പോകുന്നത്. വളരെ സ്പീഡ് കുറച്ച് വേണം. കാരണം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുഴികളൊക്കെ ഉണ്ട്, റോഡിൻ്റെ നടുക്കൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞ് താഴെ വീഴും. അതുകൊണ്ട് ഇതൊരു ടൈഗർ റിസർവ്ഡ് ഏരിയ കൂടിയാണ്. അതുകൊണ്ട് സ്പീഡ് കുറച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ യാത്ര മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ ചെറിയൊരു മഴയുടെ ലക്ഷണം കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സാഗറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായക്കടയുടെ പേരാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, മോദിജി ചായ് സ്റ്റോൾ, അതായത് മോദിയുടെ ചായക്കട അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. പുള്ളി ഭയങ്കര മോദിയുടെ ഭക്തനാണ്. അപ്പം പുള്ളി ഇവിടുന്ന് തന്നെ ആകട്ടെ ഒരു ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. ഇതാണ് പുള്ളിക്കാരൻ്റെ, മോദിയുടെ വലിയ ഭക്തനാണ്. ഇതാണ് മോദിയുടെ ചായക്കട എന്ന് കാണപ്പെടുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡിലും ധാരാളം ഇടതൂർന്ന മരങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ ധാരാളം ലോറികൾ, നല്ല റോഡുകളൊക്കെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് വൈൽഡ് ലൈഫ്. കാരണം മൃഗങ്ങളൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പയ്യെ പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നതുകൊണ്ട്, രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ച് കയറുന്നതുകൊണ്ട് നല്ല സുഖമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ. റോഡിൻ്റെ രണ്ട് സൈഡിലും വലിയ മരങ്ങളും ചെറിയ കെട്ടിടങ്ങളും. അങ്ങനെ സാഗറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ രണ്ട് സൈഡും കാണുന്നത് ഭയങ്കര വിജനമാണ് കണ്ടോ. ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു രാത്രിയിലൊക്കെ ഈ റൂട്ടിൽ കൂടെ വരുവാണെങ്കിൽ നമ്മൾ പേടിക്കുക തന്നെ വേണം. അതെ, പശുക്കൾ വീണ്ടും നിപ്പുണ്ട്.
ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ധാരാളം കുഴികളുണ്ട്, വലിയ വാരിക്കുഴികൾ പോലെ. എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിലൊക്കെ ധാരാളം അപകടങ്ങൾ ഉണ്ടാകാറുള്ള ഒരു ഏരിയയാണ്. പിന്നെ ദേ നിൽക്കുന്ന ഈ പശുക്കൾ ഇതെല്ലാം കൂടെ നേരെ റോഡിലോട്ട് ചാടും. അങ്ങനെ ആ പാടത്തിലൊക്കെ ധാരാളം പശുക്കൾ നിൽപ്പുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് റോഡിന് നടുക്ക് ചില സ്ഥലങ്ങളെല്ലാം നല്ലതായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നു. കണ്ടോ, റോഡിൻ്റെ രണ്ട് സൈഡിലും ധാരാളം വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ, എല്ലാം മൺവീടുകളാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ട റോഡിൻ്റെ രണ്ട് സൈഡിലും ചെറിയ ഓടിട്ട വീടുകൾ, ഒരു ഗ്രാമീണ ശൈലിയാണ്. ഇതാ കൊണ്ടോ പശുക്കളുടെ കളിയാണ്. റോഡിൻ്റെ നടുക്ക് കിടക്കുന്നു. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മഴയായിരുന്നു, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. നമുക്കത് റോഡിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, നല്ല മഴയായിരുന്നു. കണ്ടോ, റോഡിൻ്റെ നടുക്ക് തന്നെ രണ്ടെണ്ണം കയറി കിടക്കുന്നു പശുക്കൾ. അതുകൊണ്ട് ഈ റൂട്ടിലൂടെ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക, പശുക്കൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫ്രണ്ടിലോട്ട് ചാടും. അതനുസരിച്ച് വേണം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ റോഡിലൂടെ ഇങ്ങനെ പയ്യെ പോകണം. പശുക്കൾ റോഡ് കുറുകെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളാവും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമുക്കെതിരാവും. പിന്നെ അതിൻ്റെ പൈസ എല്ലാം കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം ഈ റോഡിലൂടെ പോകാനായിട്ട്. രാവിലെ തന്നെ ആൾക്കാർ കണ്ടോ, സ്ത്രീകളെല്ലാം പണിക്ക് പോവുകയാണ്. ഒരു പ്രത്യേകതരം വേഷവിധാനമാണ്. സാരിയൊക്കെ മുന്നിലോട്ട് ഉടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. അതാണ് കേരളത്തിലെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നത് വേറൊരു ശൈലിയിലാണ്. എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ വണ്ടി പയ്യെ സ്ലോ ചെയ്തതാണ്. പക്ഷേ ചായയില്ല. എങ്കിലും അടുത്ത സ്ഥലത്തുനിന്ന് കുടിക്കാമെന്ന കണക്കൂട്ടലിൽ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് അതിശയകരമായിട്ട് തോന്നിയത് ധാരാളം പശുക്കളുള്ള ഏരിയയാണ്, പക്ഷെ ചായക്കട വളരെ കുറവാണ്. അങ്ങനെ അടുത്ത കട തപ്പി ഒരു ചായ കുടിച്ചാലേ ഉഷാറാകത്തുള്ളൂ. എന്നാലും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള കണക്കൂട്ടലിൽ മുന്നോട്ട് പോവുകയാണ്. ധാരാളം ലോറികളൊക്കെ ഉള്ള ഏരിയയാണ്. പിന്നെ ധാരാളം ചെക്ക് പോസ്റ്റുകളുള്ള ഏരിയയാണ്. മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡറിൻ്റെ ആയതുകൊണ്ട് തന്നെ ധാരാളം ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ചോദിച്ചത്. ഞാൻ നാവിഗേറ്റർ ബ്രോ എന്ന് പറഞ്ഞു. പക്ഷേ പുറകിരുന്നവൻ അത് നാവിഗേറ്റർ ബാബു എന്നാക്കി. കൊള്ളാം, എന്ത് ചെയ്യാനായിട്ടാണ്. അവൻ നാവിഗേറ്റർ ബ്രോ എന്ന ചാനലിലെ നാവിഗേറ്റർ ബാബു എന്നാക്കി മാറ്റി. കുഴപ്പമില്ല. അങ്ങനെ ഇതൊക്കെയാണ് യാത്രകളുടെ ചില കാഴ്ചകളെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പുറകെ ഹോൺ അടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിർത്തുന്നില്ല. എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടികൾ കണ്ടോ, 2 ലോറികളാണ് വലിച്ച് കെട്ടിയേക്കുന്നതാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു തമിഴ്നാട് വണ്ടി കണ്ടു. അങ്ങനെ തമിഴ്നാട് വണ്ടി കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവർക്കൊരു ടാറ്റയെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. Everything will end up alright. Just push yourself, test yourself, figure out what you like and find your limits, don't be rigid, always work towards a prime. Surround yourself with open minds, people can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient, make a statement, try to enjoy your life. They'll try to അങ്ങനെ നമ്മൾ യാത്രയുടെ പകുതി ദൂരം പകുതിയാണ്. നാഗ്പൂർ വരെ നമ്മൾ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലം മുന്നോട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊന്നും ആരെയും റൈഡേഴ്സിനെ ഒന്നും അങ്ങനെ കാണുന്നില്ല. എന്തായാലും കാണുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടായതുകൊണ്ട് ഇവിടെ കയറിയപ്പോഴത്തേക്ക് നല്ല കാലാവസ്ഥ മാറി, നല്ല ചൂടായി. അപ്പോൾ ഞാൻ കയ്യിലെ ഗ്ലൗസൊക്കെ അങ്ങ് ഊരി മാറ്റി. കൈയൊക്കെ കുളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ചാണകമാണ്, വഴി മൊത്തം ചാണകമാണ്. ചാണകത്തിനകത്തുകൂടെ പയ്യെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ റോഡൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് പോകാനും നല്ല സുഖമാണ്. പക്ഷെ അതുപോലെ തന്നെ ചാണകവും ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ ചാണകം തെറിപ്പിക്കാതെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള മരങ്ങളൊന്നും വെട്ടി മാറ്റാതെ തന്നെ അതിന് നടുക്ക് കൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പണിതിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ നോർത്തിലേക്ക് പോകുമ്പം കാണുന്ന നല്ലൊരു കാഴ്ച. മരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിർത്തി, റോഡൊന്നും മരങ്ങളൊക്കെ വെട്ടി മാറ്റാതെ അതിൻ്റെ നടുക്ക് കൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പണിതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ സാഗർ എന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാഗർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സാഗർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സാഗർ എന്ന സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം. അങ്ങനെ പ്രത്യേകിച്ച് ഇത് ആർമിക്കാരുടെ വലിയൊരു ഏരിയ കൂടിയാണ് ഈ സാഗർ എന്ന് പറയുന്നത്. നമ്മൾ മധ്യപ്രദേശിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ട്രാഫിക് ബ്ലോക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓക്കെ, സിഗ്നൽ കിട്ടി, മുന്നോട്ട് പോകുന്നു. ഇവിടെയെല്ലാം കൃത്യമായിട്ട് ട്രാഫിക് റൂൾസ് കൃത്യമായിട്ട് പാലിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ താമസിക്കുന്ന ഹോട്ടൽ വരദാൻ, അതാണ് സാഗർ എന്ന സ്ഥലത്ത് ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ പേര് വരദാൻ. 1 മിനിറ്റും കൂടി ഉള്ളൂ. അങ്ങനെ ആ ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടൽ വരദാൻ എന്ന സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ അടുത്ത യാത്രയുടെ നെക്സ്റ്റ് സ്ഥലമായ സാഗർ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. സാഗറിൽ നിന്ന് ഞാൻ അതിരാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സാഗറിൽ നിന്ന് എനിക്കിന്ന് പോകേണ്ട സ്ഥലം ആഗ്രയിലേക്കാണ്. അപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ നല്ലൊരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്വാളിയാർ എന്ന സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. നമ്മൾ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ, സംഗീതം പഠിക്കണമെന്ന ആഗ്രഹമായിട്ട് ചെന്ന് കയറിയത് സിംഹത്തിൻ്റെ മടയിലാണെന്നൊക്കെ. അപ്പം ആ ഒരു സ്ഥലത്തു കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്വാളിയാർ കോട്ട, അത് ഭയങ്കര ഫേമസ് ആണ് ഗ്വാളിയാറിലെ. അപ്പോൾ ഇവിടുത്തെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുക്കിന് മൂലയ്ക്ക് എവിടെയെങ്കിലും പോലീസുകാർ കാണും നമ്മുടെ ഓവർ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈക്കുകാർക്ക് കുഴപ്പമില്ല, പക്ഷേ കാറ്, ലോറി, ഇതിന് രണ്ടുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ 2 സൈഡിലും വലിയ കണ്ടൽക്കാടുകൾ പോലുള്ള മരങ്ങളാണ്. അപ്പോൾ നമ്മൾ ബൈക്കിൽ പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സൈഡിലൊന്നും കൊണ്ട് ഇറക്കി നിർത്തരുത്. കാരണം ചെറിയൊരു മുള്ള്, എന്തൊരു ഹോണാണ്, ചെറിയൊരു മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ടയർ പെട്ടെന്ന് പഞ്ചറാകും. അപ്പം അങ്ങനെ ഗ്വാളിയാറിനെ ലക്ഷ്യമാക്കി, അതായത് ഗ്വാളിയാർ പട്ടണത്തിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. സാഗറിൽ നിന്ന് ഞാൻ ആഗ്രയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ, അതായത് എൻ്റെ ബൈക്ക് സർവീസ് ചെയ്യണം, അതുകൊണ്ട് സമയമായതുകൊണ്ട് ഞാൻ മൊറീന എന്ന സ്ഥലത്തേക്കാണ്, ആഗ്രയ്ക്ക് തൊട്ടുപുറയിൽ 1 മണിക്കൂർ പുറകിലായിട്ടുള്ള സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാനിവിടെ നിർത്തുകയാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വണ്ടി സർവീസ് ചെയ്യണം, പിന്നെ നല്ല മഴയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ക്യാമറയുടെ ബാറ്ററിയുടെ ചാർജുകളെല്ലാം തീർന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ മൊറീന എന്ന സ്ഥലത്ത്
താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമുണ്ട്. മൊറീനയിലെ റോയൽ എൻഫീൽഡ് ഷോറൂം വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ റൂട്ടിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ആഗ്രയ്ക്ക് കയറുന്നതിന് തൊട്ട് പുറകിലായിട്ട് മൊറീന എന്ന സ്ഥലത്ത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമുണ്ട്. അവിടെ സർവീസ് ചെയ്യാനായിട്ട് മറക്കണ്ട, പ്രത്യേകിച്ച് ബുള്ളറ്റ് കൊണ്ട് പോകുന്നവർ. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്, മൊറീന എന്ന സ്ഥലത്ത് അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ടാണ് കൂടുതൽ വിശേഷങ്ങൾ, കാത്തിരിക്കുക. ഇനി അങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളാണ് പഞ്ചാബ്, ശ്രീനഗർ, കാശ്മീർ. അങ്ങനെ യാത്രകൾ തുടരാൻ പോവുകയാണ്. ഇനിയും നല്ല കുറച്ച് ത്രില്ലിംഗ് എപ്പിസോഡുകൾ പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് വിത്ത് നാവിഗേറ്റർ ബ്രോ. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range. 'Cause I grind through the climb, I invite pain. You'll